മണക്കടവിലെ ചന്ദനാട്ടുപാടം തോട് നവീകരിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം പൂർത്തീകരിച്ചത്. നവീകരിച്ച തോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് നാടിന് സമർപ്പിച്ചു. ഒളവണ്ണ പെരുമണ്ണ പഞ്ചായത്തുകളിൽപ്പെടുന്ന പണ്ടാരച്ചാലി മണക്കടവ് വഴി ചാലിയാറിലേക്ക് ഒഴുകുന്ന ചന്ദനാട്ടുപാടം തോടാണ് നവീകരിച്ചത്. തോടിൻ്റെ 700 മീറ്റർ ഭാഗമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുവശവും കെട്ടി സംരക്ഷിച്ചത്. ചന്ദനാട്ടുപാടം വായോളിത്താഴത്ത് സംഘടിപ്പിച്ച ചടങ്ങ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരദി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജീവ് പെരുമൺപുറ അധ്യക്ഷനായ ചടങ്ങിൽ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജിത്ത് കാഞ്ഞോളി, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്യാമള പറശ്ശേരി, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി പനങ്ങാവിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ മണക്കടവ് ഇല്ലത്താഴം പ്രദേശത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചുരുങ്ങിയ അനുഭവത്തിൽ വലിയ സ്നേഹം നൽകുന്ന ജനങ്ങളുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ ഭാഗത്തെ നിങ്ങളുടെ ഈ ഉദ്ഘാടനത്തിലൊക്കെ നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. ഏതായാലും കുറേ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഭാവിയിൽ ആലോചിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. ഒരു കതിരണി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ കൃഷി വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ ആലോചന നടത്തി നമ്മൾ തന്നെ രൂപം കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു കതിരണി. അതിൽ നമ്മൾ ഈ ചാലി കൃഷി യുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സംഭവം നമ്മൾ ആലോചിച്ചൊക്കെ ഫസ്റ്റ് തന്നെ നമ്മളതിൻ്റെ ഭാവനയൊക്കെ ആയിട്ട് വന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ ഉള്ള ഒരു വലിയ പരിമിതിയുണ്ട്. സാധ്യതകളെപ്പോലെ തന്നെ പരിമിതിയുണ്ട്. നമ്മൾ ഈ 3 സ്ഥലത്ത് ഇരുന്ന ആളാണ് ഞാൻ. ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മെമ്പറായ ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് വെച്ചാൽ ജില്ലയ്ക്കും ബ്ലോക്കിനും എന്ത് പദ്ധതി നടത്തണമെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ സമ്മതവും അനുവാദം ഉണ്ടെങ്കിലേ നടക്കും. അപ്പം അവരുടെ ഒരു ഇതിൽ മാത്രം ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ആസ്തികളില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി ഈ തോട് ഇവർ തീരുമാനമെടുത്ത് തന്നാലേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് പദ്ധതിയും അങ്ങനെയാണ്. എന്ത് ചെയ്യണമെങ്കിലും നമുക്കതിൻ്റെ ഒരു സാധ്യത, കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമുക്കതൊന്നും നടപ്പാക്കാൻ കഴിയാതെ പോയത്. ഏതായാലും ഭാവിയിൽ അത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ. മോഹനേട്ടൻ എപ്പോഴും, ഞാനും വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ മോഹനേട്ടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഗ്രാമപഞ്ചായത്തിൽ. ഈ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഭാവിയിലും ഇത് അവസാനിക്കുന്നില്ലല്ലോ. ഇനിയും നമ്മളെ സമയം അവസാനിച്ചാലും ഇനിയും ഇതൊരു തുടർ പ്രവർത്തനമല്ലേ, അങ്ങനെ മുന്നോട്ട് പോകും. ഏതായാലും നിങ്ങൾ ഇതുമായി മുന്നോട്ട് വലിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോവുക. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളെല്ലാം നല്ല കതിര് ചൂടി നിൽക്കുന്ന നെൽവയലുകളായി തീർന്നെങ്കിൽ മാത്രമേ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയൂ. ചാലിയും പണ്ടാരച്ചാലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു 1000-ലധികം ഹെക്ടർ സ്ഥലം ഉണ്ടാവും. ഒരു ഏകദേശ കണക്കാണ്. അഥവാ അത് വർഷങ്ങളായി കൃഷികളെല്ലാം നിലച്ച് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തും ആയിട്ട് സഹകരിച്ചുകൊണ്ടൊരു പ്രൊജക്റ്റ് വെക്കാൻ CWRDMുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു പഠനം നടത്തി. നമുക്കൊരു പൈസ ഒരു 25 ലക്ഷം കിട്ടുമ്പോൾ നമ്മൾ എവിടെയും ചിലവഴിക്കും. അതില്ലാതെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇതിൻ്റെ ഒരു പദ്ധതി, ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ ഞാനും ഈ വയലിൻ്റെ ചുറ്റോറുള്ള എല്ലാവരും ഈ കെട്ട വെള്ളത്തിൻ്റെ വാസന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളതുകൊണ്ട് CWRDMൻ്റെ വിദഗ്ധർ വന്നു കണ്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതായത് രാവിലെ 8 മണിക്ക് എത്തിയിട്ട് വൈകുന്നേരം 6 മണി വരെ നമ്മുടെ ഈ പ്രദേശത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇതിൻ്റെ സാധ്യതകൾ പഠനം നടത്തിക്കൊണ്ട് അവർ പോയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ ഒരു പഠനത്തിന് ശേഷം അവർ ഇനിയും വന്ന് തുടർന്ന് ഇതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കും. നമ്മളെല്ലാവരും ഭയങ്കര ചാലി എന്ന് പറയാനല്ലാതെ ഇതിനൊരു പദ്ധതി ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. കാരണം ആ പദ്ധതിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി ഇപ്പം തുടങ്ങി വെച്ചിട്ടുള്ളത്. നമ്മളെ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒളവണ്ണ പഞ്ചായത്ത് ചെലവഴിച്ച 1 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മുടെ ചന്ദനാട്ടുപാടം തോടിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണേണ്ടതാണ്. നമ്മുടെ സിറ്റി നെറ്റ് ചാനൽ
കഴിഞ്ഞ ദിവസം വന്ന് ആ ചാനൽ ഷൂട്ട് ചെയ്തത് പുറമെ ഒരാൾ കണ്ടപ്പോൾ ഇത് ചോദിച്ചത് കോഴിക്കോടാണോ അല്ലെ വയനാട്ടിലെ ഏതെങ്കിലും സ്ഥലമാണോ എന്നുള്ളതാണ് ആ ചാലി തോട് കെട്ടി കണ്ടിട്ടുള്ളത്. അതിനും തുടർന്ന് നമുക്കൊരു വയോജനവും ടൂറിസവും ഒക്കെ കൂടിയായിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് വെക്കാൻ 8 കോടിയോളം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കിയും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മാറ്റുകൂട്ടും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ വന്ന ഈ റോഡും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കേസാണ്. എല്ലാവരും പെരുവണ്ണ ഒളവണ്ണ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഷാജി എന്നത് പൊതുശല്യമാണെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ PT റഹീം സാറ് MLA പറഞ്ഞത്. അവൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം നിൽക്കാതെ വിളിച്ച് ശല്യമായിട്ട് വൈത്താനം നടക്കുന്ന സ്വഭാവമുണ്ട്, പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കുന്ന. രാജീവോട് പറഞ്ഞത് ഒരു വിനീതമായ അഭ്യർത്ഥന എന്നാണ്. അതുകൊണ്ട് ഒരു മയപ്പെട്ട വർത്താനാണ് പറഞ്ഞത്. വളരെ സന്തോഷകരമാണ്. നമ്മളെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികൃതർ, ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ അടുത്തേക്ക് കുറച്ചും കൂടി വന്നോ എന്ന് സംശയം. മുമ്പ് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപാടികളൊന്നും വല്ലാതൊന്നും നമ്മളെ നാട്ടിൽ ഒരു സംഭവമായിട്ട് ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഈ രാജീവ് പെരുമൺപുറ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറേക്കാളും അടുത്താണ്, നമ്മളോട് ഒട്ടി നിൽക്കുന്നത് എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ അടുത്ത കാലത്ത് മണക്കടവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്ഘാടനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും റോഡുകളും കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.